ബിസ്നെക്സ്റ്റിലേക്ക് സ്വാഗതം. അടുത്തയാഴ്ച സാമ്പത്തിക മേഖലയിൽ എന്ത് സംഭവിക്കും? ഇൻഷുറൻസ് മേഖലയിൽ ആശ്വാസത്തിന്റെ നാളുകളോ? ഓണത്തിന് പ്രതീക്ഷ നൽകുമോ സ്വർണ്ണ വിപണി? മാർക്കറ്റിൽ ഉൽപ്പന്ന വിലയുടെ കയറ്റിറക്കങ്ങൾ എങ്ങനെ? വിപണിയിലെത്തുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ? കാണാം ബിസ്നെക്സ്റ്റ്. ഇൻഷുറൻസ് മേഖലയിൽ നിന്നും അല്പം ആശ്വാസത്തിന്റെ വാർത്തകളാണ് പുറത്തുവരുന്നത്. ലൈഫ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയങ്ങൾക്ക് GST കുറച്ചേക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ഈ മാസം 9 നടക്കുന്ന 54ാമത് GST കൗൺസിൽ യോഗത്തിന് മുന്നോടിയായി നടക്കുന്ന ചർച്ചയിലാണ് ഇൻഷുറൻസ് പ്രീമിയങ്ങളുടെ GST കുറയ്ക്കുന്നത് പരിഗണനയിൽ വന്നത്. ചർച്ചകളിലെ പ്രധാന നിർദ്ദേശങ്ങളിലൊന്ന് വ്യക്തിഗത ലൈഫ് ഇൻഷുറൻസ് പോളിസികളെയും റീഇൻഷുറൻസ്മാരെയും GSTയിൽ നിന്ന് ഒഴിവാക്കണമെന്നതാണ്. മുതിർന്ന പൗരന്മാരുടെ 5 ലക്ഷം രൂപ വരെ കവറേജുള്ള പ്രീമിയങ്ങൾ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാരുടെ പ്രീമിയങ്ങൾ മാത്രം GST പരിധിയിൽ നിന്നും ഒഴിവാക്കുകയോ ചെയ്തേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഖജനാവിന് 600 കോടി മുതൽ 3500 കോടി രൂപ വരെ അധിക ചെലവ് നൽകാനുള്ള സാധ്യതയുള്ള ഈ നിർദ്ദേശം സർക്കാർ പരിഗണിക്കുമെന്നതും വ്യക്തമല്ല. എന്നാൽ പ്രീമിയങ്ങളിൽ പൂർണ്ണമായും GST ഇളവ് നൽകുന്നതിനെ ഫിറ്റ്മെന്റ് കമ്മിറ്റി അനുകൂലിക്കുന്നില്ല. ആരോഗ്യ ഇൻഷുറൻസ് പോളിസികളുടെ പ്രീമിയത്തിന് 18% GST ആണ് ഇപ്പോൾ ചുമത്തുന്നത്. അവശ്യ സേവനമായ ഇൻഷുറൻസ് ഒഴിവാക്കാൻ കഴിയാത്തതിനാൽ ഇതിലും കൂടുന്നത് സാധാരണക്കാരന് ഒരു തരത്തിലും താങ്ങാനാകില്ല. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി മുന്നോട്ട് വച്ച GST ആശങ്ക പ്രതിപക്ഷവും ഏറ്റെടുത്തിരുന്നു. രാജ്യത്തിന്റെ വരുമാനത്തെയും ജനങ്ങളുടെ ആവശ്യത്തെയും ഒരുപോലെ പരിഗണിക്കേണ്ട ഈ വിഷയത്തിൽ വരും വാരം തീരുമാനമറിയാം. സ്വർണത്തിന്റെ വിലയിടിവ് തുടരുമോ? ആഗോള വിപണിയിൽ ഇനി എന്ന് സ്വർണം കുതിക്കും? ആഗോള സ്വർണ്ണവില ഏറെ കയറ്റിറക്കങ്ങളില്ലാതെ നിൽക്കുന്നത് കാരണം കേരളത്തിലും വിലയിൽ വലിയ ചലനങ്ങളില്ലാതെ തുടരാൻ കാരണമാകുമെന്നാണ് വിലയിരുത്തൽ. ന്യൂയോർക്ക് എക്സ്ചേഞ്ചിൽ ട്രോയ് ഔൺസിന് $2,500 താങ്ങ് നഷ്ടപ്പെട്ട വാരാന്ത്യം $2,497.20 എന്ന നിലയിലാണ്. സെപ്റ്റംബർ 17-18 തീയതികളിൽ ചേരുന്ന US ഫെഡറൽ യോഗത്തിലെ തീരുമാനങ്ങൾ സ്വർണ്ണവിലയെ സ്വാധീനിക്കും. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ശനിയാഴ്ച ഇടിവുണ്ടായി. പവന് 320 രൂപയും ഗ്രാമിന് 40 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന് 53,440 രൂപയും ഗ്രാമിന് 6,680 രൂപയുമാണ് വില. തുടർച്ചയായി 4 ദിവസം മാറ്റമില്ലാതെ തുടർന്ന് സ്വർണ്ണവില വെള്ളിയാഴ്ച 400 രൂപ കൂടിയിരുന്നു. കേരളത്തിലെ വെള്ളി വിലയിലും കുറവുണ്ട്. കാർഷിക വിപണിയിൽ അടുത്ത വാരം നാളികേര കർഷകരുടെ പ്രതീക്ഷകൾ തകർത്ത് ഓണക്കച്ചവടം. തേയിലയ്ക്കും റബ്ബറിനും വരും വാരം അത്ര മെച്ചമല്ല. ഓണത്തിന് ബമ്പർ വിൽപ്പന സ്വപ്നം കണ്ട വെളിച്ചെണ്ണ വ്യവസായികൾ അല്പം സമ്മർദ്ദത്തിലാണ്. ഏറ്റവും വലിയ സീസണാണ് ഓണം. 35 ലക്ഷം വരുന്ന നാളികേര കർഷകർ പച്ചതേങ്ങ കൊപ്ര വിലകൾ ഉയരുമെന്ന നിഗമനത്തിലായിരുന്നു. ഓഗസ്റ്റിൽ പ്രാദേശിക വിപണികളിൽ എണ്ണവില കിലോവിന് 18 രൂപ വരെ ഉയർന്നു. എന്നാൽ കൊപ്രയിൽ നേരിയ ഉണർവ് പോലും ദൃശ്യമായില്ല. മാസാരംഭമായിട്ടും പ്രാദേശിക തലത്തിൽ വെളിച്ചെണ്ണയ്ക്ക് കാര്യമായ ഡിമാൻഡില്ല. നിലവിലെ സാധ്യത കണക്കിലെടുത്താൽ ഓണത്തിന് മുന്നോടിയായി പരമാവധി 200-300 രൂപ മാത്രം. വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ദീപാവലിക്ക് മുന്നോടിയായി കുരുമുളകിന് കൂടുതൽ അന്വേഷണങ്ങളെത്തിയതോടെ നിരക്ക് ഉയർന്നു. ഓഫ് സീസണിലെ വൻവില മോഹിച്ച് കർഷകരും മധ്യവർത്തികളും ചരക്ക് പിടിക്കുന്നതിനാൽ ടെർമിനൽ മാർക്കറ്റിൽ ലഭ്യത കുറഞ്ഞു. ചെറുകിട കർഷകർ ഓണം അടുത്തതോടെ ചെറിയ അളവിൽ മുളക് വിൽപ്പനയ്ക്ക് വാരാവസാനം ഇറങ്ങി. നാടൻമുളകിന് മികച്ച പ്രതികരണമാണ് വാങ്ങലുകാരിൽ നിന്നും ലഭ്യമായത്. കൊച്ചിയിൽ അൺഗാർബിൾഡ് മുളക് 64,900 രൂപയിൽ നിന്നും 65,800 രൂപയായി. ഗാർബിൾഡ് മുളക് വില 67,800 ഉയർന്നു. കാലാവസ്ഥ വ്യതിയാനം സൃഷ്ടിച്ച ഉയർന്ന താപനിലയിൽ രാജ്യത്ത് തേയില ഉൽപാദനത്തിൽ വൻ ഇടിവ്. മധ്യപൂർവേഷ്യയിൽ നിന്നും CIS രാജ്യങ്ങളിൽ നിന്നും കൊച്ചിയിലേക്ക് കൂടുതൽ ഡിമാൻഡ് വന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഉത്സവ സീസൺ ആയതിനാൽ കൽക്കത്ത, ഗോഹട്ടി, സിലിഗുരി ലേലകേന്ദ്രങ്ങളിൽ നിരക്ക് ഇനിയും ഉയരാം. ഇത് കൊച്ചി, കൂനൂർ, കോയമ്പത്തൂർ ലേലകേന്ദ്രങ്ങൾക്ക് ഗുണകരമാകും.
ഉത്തരേന്ത്യയിലെ ശൈത്യകാലത്തിന് മുന്നേ ചുക്കിനായി പതിവ് ആഭ്യന്തര വ്യാപാരികൾ ഇനിയും രംഗത്തിറങ്ങിയിട്ടില്ല. ഈ വർഷം ചുക്ക് വിപണി നിർജീവാവസ്ഥയിലാണ്. ടെർമിനൽ വിപണികളിലും ഉൽപാദന കേന്ദ്രങ്ങളിലും വൻ സ്റ്റോക്കുണ്ട്. ശൈത്യം ശക്തമായാൽ ചുക്കിന് കുത്തുവീണാൽ ഗുണനിലവാരത്തെയും ബാധിക്കും. വിവിധയിനം ചുക്ക് കിലോ 336-338 രൂപയിലാണ് വ്യാപാരം. ഓണം കഴിയുന്നതോടെ സംസ്ഥാനത്തിന്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും റബ്ബർ ടാപ്പിംഗ് ഊർജിതമായേക്കും. കൊച്ചി, കോട്ടയം, മലബാർ മേഖലകളിൽ നിന്നുള്ള ഷീറ്റ് വരവ് കുറഞ്ഞിട്ടുണ്ട്. വിപണിയിൽ ഷീറ്റ് കിട്ടുന്നില്ല. അതേസമയം ടയർ വ്യവസായികൾ മികച്ച ഇനം ഷീറ്റ് വില കിലോ 239 രൂപയിൽ നിന്നും 229 ഇടിച്ചു. ജപ്പാനിൽ റബ്ബർ വില വാരാന്ത്യം 360 യെന്നിലാണ്. മുഖ്യ റബ്ബർ വിപണിയായ ബാങ്കോക്കിൽ ഷീറ്റ് വില 23,592 രൂപയിൽ നിന്നും 22,437 രൂപയായി താഴ്ന്നു. ഇനി ലോഞ്ച് പാഡ് പുതിയ ആഴ്ചയിൽ വിപണിയിലെത്തുന്ന പുത്തൻ താരങ്ങൾ. ലോകത്തിൽ ആദ്യമായി 3ആയി മടക്കാവുന്ന ട്രൈഫോൾഡ് ഫോൺ വിപണിയിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ചൈനീസ് ബ്രാൻഡായ ഹവായി. ചൊവ്വാഴ്ചയാണ് ഇത് വിപണിയിലെത്തുക. ട്രൈഫോൾഡ് ഫോൺ പ്രഖ്യാപിച്ചതിലൂടെ ടെക് ലോകത്തെ ആശ്ചര്യത്തിന്റെ കൊടുമുടിയിൽ നിർത്തിയിരിക്കുകയാണ് ഹുവാവെ. മേറ്റ് XT എന്നാണ് പേര്. സെപ്റ്റംബർ 9 നടക്കുന്ന ഐഫോൺ 16 സീരീസ് ലോഞ്ചിന് തൊട്ടു പിന്നാലെയാണ് ഹുവാവെ ട്രൈഫോൾഡ് ഫോണിന്റെ വരവ്. സെപ്റ്റംബർ 10 നടക്കുന്ന ഹുവാവെ ഇവന്റിൽ സ്മാർട്ട് ഫോൺ അവതരിപ്പിക്കും. ചൈനീസ് സോഷ്യൽ മീഡിയ വൈബോ വഴിയാണ് ഫോണിന്റെ വിവരങ്ങൾ ഹുവാവെ പുറത്തുവിട്ടത്. 2 തവണ മടക്കാവുന്ന തരത്തിൽ 3 സ്ക്രീനുകളാണ് ഫോണിലുണ്ടാവുക. ഫോണിന്റെ കനം മുൻ ഫോൾഡബിൾ ഫോണുകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുമെന്നാണ് സൂചന. വരാനിരിക്കുന്ന ഐഫോൺ 16 സീരീസിന് ഹുവാവെ ട്രൈഫോൾഡ് ഭീഷണിയാകുമോ എന്നതാണ് ടെക് ലോകത്തെ ചർച്ച. റിയൽമിയുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ നർസോ 70 ടർബോ 5G ഇന്ത്യയിൽ തിങ്കളാഴ്ച ലോഞ്ച് ചെയ്യും. ഒട്ടേറെ സവിശേഷതകളോടെയാണ് ഫോൺ വിപണിയിലെത്തുക. റിയൽമി നാർസോ ടർബോ 5Gയുടെ മീഡിയാടെക് ഡൈമെൻസിറ്റി 7300 എനർജി ചിപ്സെറ്റാണ്. ഇത് നാർസോ സെഗ്മെന്റിലെ ഏറ്റവും വേഗതയേറിയ ചിപ്സെറ്റാണെന്നും റിയൽമി അവകാശപ്പെടുന്നു. ഓപ്പോ റെനോ 12 Pro, CMF ഫോൺ 1 എന്നിവയിലാണ് ഈ ചിപ്സെറ്റ് അവസാനമായി കണ്ടത്. realme.com, ആമസോൺ എന്നിവയിൽ നാർസോ ടർബോ 5G ലഭ്യമാകും. ട്രിപ്പിൾ ക്യാമറ സജ്ജീകരണം സ്മാർട്ട് ഫോണിന്റെ പിന്നിലായിരിക്കും. ഫ്ലാറ്റായ ഡിസ്പ്ലേ പാനലായിരിക്കുമെന്നും സൂചനയുണ്ട്. നാർസോ 70 ടർബോ 5G പർപ്പിൾ, മഞ്ഞ, പച്ച എന്നീ 3 നിറങ്ങളിൽ ലഭ്യമാകും. 128GB സ്റ്റോറേജുള്ള 6GB റാമും 128GB സ്റ്റോറേജുള്ള 8GB റാമും 256GB സ്റ്റോറേജുള്ള 8GB റാമും 256GB സ്റ്റോറേജുള്ള 12GB റാമും ഫോണിന്റെ പ്രത്യേകതയാണ്. 50MB പ്രൈമറി സെൻസറും 8MB അല്ലെങ്കിൽ 16MB സെൽഫി ക്യാമറയും ഫോണിനുണ്ട്. മോഡൽ Y കാറിന്റെ 6 സീറ്റുകളുള്ള പുതിയ പതിപ്പുമായി എത്തുകയാണ് ടെസ്ല. അടുത്ത വർഷം അവസാനത്തോടെ നിർമ്മാണം ആരംഭിക്കാനാണ് പദ്ധതി. ജനപ്രിയ ഇലക്ട്രിക് കാർ നിർമ്മാതാക്കളായ ടെസ്ല ചൈന ഷാങ്ഹായ് ഫാക്ടറിയിലാണ് മോഡൽ Y കാറിന്റെ പുതിയ പതിപ്പ് നിർമ്മിക്കുന്നത്. അതോടൊപ്പം പഴയ മോഡൽ Y കാറിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും പദ്ധതിയുണ്ട്. കഴിഞ്ഞ വർഷം മോഡൽ 3 ഡിസൈൻ പുതുക്കലിന് തുടക്കമിട്ടിരുന്നു. അതിന് സമാനമായാണ് മോഡൽ Y കാറും പരിഷ്കരിക്കുന്നത്. ടെസ്ല ഇതിനകം തന്നെ US-ൽ മോഡൽ Yയുടെ 7 സീറ്റ് പതിപ്പ് ഇറക്കുമെന്ന വാഗ്ദാനം നൽകി കഴിഞ്ഞു. മൊത്തത്തിൽ മോഡൽ Yയുടെ ഉൽപ്പാദനം ഇരട്ടിയാക്കാനാണ് നീക്കം. 2020-ലാണ് മോഡൽ Y പുറത്തിറക്കിയത്. ജൂനിപ്പർ എന്ന് പേരിട്ടിരിക്കുന്ന പ്രൊജക്ടിന് കീഴിൽ ഇത് നവീകരിക്കുകയാണ് ലക്ഷ്യം. ഈ വർഷം ടെസ്ലയുടെ വളർച്ച ഒരൽപ്പം മന്ദഗതിയിലായിരുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറച്ച് വാഹനങ്ങളാണ് ഇത്തവണ വിതരണം ചെയ്തത്. മോഡൽ Y കാർ പരിഷ്കരിക്കുമ്പോൾ കൂടുതൽ പേർക്ക് ഇതിൽ യാത്ര ചെയ്യാൻ സാധിക്കുമെന്നതിനാൽ വലിയ തോതിൽ വിൽപ്പന നടക്കുമെന്നാണ് കണക്കുകൂട്ടൽ.
ടെസ്ലയുടെ പ്രധാന വിപണിയായ ചൈനയിൽ പുതിയ വേരിയന്റ് നിർമ്മിക്കുന്നത് വൻ പ്രതീക്ഷയോടെയാണ്. ചൈനയിൽ നിന്നൊരു ബ്രാൻഡ് BYD ആഗോള ഇലക്ട്രിക് വാഹനങ്ങളിലെ വൻ സാന്നിധ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ചൈനീസ് ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ BYD, E6, ആറ്റോ 3, സീൽ എന്നീ 3 വാഹനങ്ങൾ ഇന്ത്യയിൽ എത്തിക്കുന്നുണ്ട്. ഇതിലേക്കാണ് പുതിയൊരു മോഡൽ കൂടി കമ്പനി എത്തിക്കാൻ ശ്രമിക്കുന്നത്. M6 എന്ന പേരിൽ വിദേശ രാജ്യങ്ങളിൽ അവതരിപ്പിച്ച മൾട്ടി പർപ്പസ് വെഹിക്കിളായിരിക്കും ഇന്ത്യയിലും എത്തുകയെന്നാണ് പ്രതീക്ഷിക്കുന്നത്. E6 എന്ന വാഹനം പിൻവലിച്ചതിനു പകരമായിരിക്കും M6 എത്തുകയെന്നും വിലയിരുത്തലുകളുണ്ട്. BYD ഇന്ത്യയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും E6 വെഹിക്കിളിന്റെ വിവരങ്ങൾ നീക്കം ചെയ്തിരുന്നു. പകരം പുതിയ മോഡൽ ഉടനെത്തും എന്ന അറിയിപ്പ് നൽകുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. 55.4 കിലോവാട്ട്, 71.8 കിലോവാട്ട് എന്നീ 2 ബാറ്ററി പാക്കപ്പ് ഓപ്ഷനുകളിലാണ് M6ന്റെ ഗ്ലോബൽ പതിപ്പുകൾ എത്തുന്നത്. 3 നിര സീറ്റുകളിലായി 6 പേർക്ക് യാത്ര ചെയ്യാവുന്ന തരത്തിലാണ് സീറ്റിംഗ് ലേഔട്ട്. 55.4 കിലോവാട്ട് മോഡൽ ഒറ്റത്തവണ ചാർജിൽ 420 കിലോമീറ്ററും 71.8 കിലോവാട്ട് ബാറ്ററി പാക്കപ്പ് മോഡൽ 530 കിലോമീറ്റർ റേഞ്ചുമാണ് ഉറപ്പു നൽകുന്നത്. ഇതിൽ ഏത് ബാറ്ററി പാക്കാണ് ഇന്ത്യൻ പതിപ്പിൽ നൽകുകയെന്ന് വ്യക്തമാക്കിയിട്ടില്ല. വിനോദവാരം. സിനിമാ പ്രേമികളെ അമ്പരിപ്പിക്കാൻ ഓണത്തിനെത്തുന്നത് വമ്പൻ ചിത്രങ്ങൾ. മലയാളത്തിൽ നിന്ന് 4 ചിത്രങ്ങൾ, ഒപ്പം 2 റിലീസുകളും. മലയാള സിനിമാ ലോകത്ത് വിവാദം കത്തിപ്പടരുന്നതിനിടെയാണ് ഓണക്കാലം എത്തുന്നത്. ഈ വിവാദങ്ങളൊന്നും ഓണച്ചിത്രങ്ങളെ ബാധിക്കില്ലെന്ന പ്രതീക്ഷയിലാണ് നിർമ്മാതാക്കളും തിയേറ്റർ ഉടമകളും. സെപ്റ്റംബർ 12, 13 തീയതികളിലാണ് 4 മലയാള ചിത്രങ്ങൾ റിലീസിനെത്തുന്നത്. ഇത്തവണ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും സിനിമകളില്ലെന്നതും ശ്രദ്ധേയമാണ്. ടൊവിനോ, ആസിഫ് അലി, പെപ്പെ തുടങ്ങിയ താരങ്ങളുടെ ചിത്രങ്ങളാണ് പ്രേക്ഷകരെ ആവേശഭരിതരാക്കാൻ എത്തുന്നത്. ടൊവിനോ തോമസ് ട്രിപ്പിൾ റോളിലെത്തുന്ന അജയന്റെ 2ാം മോഷണം ആണ് ഏറെ പ്രതീക്ഷയുള്ള ചിത്രം. നടക്കാൻ പറ്റാണ്ടായി 4 ഭാഗത്തും നോക്കി നിന്നോളണം. ജിതിൻ ലാലാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. 3 കാലഘട്ടങ്ങളുടെ കഥ പറയുന്ന ചിത്രത്തിൽ കൃതി ഷെട്ടി, ഐശ്വര്യ രാജേഷ്, സുരഭി ലക്ഷ്മി എന്നിവരാണ് നായികമാർ. ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നിങ്ങനെ 6 ഭാഷകളിൽ റിലീസ് ചെയ്യും. 3Dയിലും 2Dയിലുമായി ചിത്രം പ്രദർശനത്തിനെത്തും. ആസിഫ് അലി നായകനാകുന്ന കിഷ്കിന്ദ കാണ്ഡം സെപ്റ്റംബർ 12 തിയേറ്ററുകളിലെത്തും. പെപ്പെ എന്ന ആന്റണി വർഗീസ് നായകനാകുന്ന കൊണ്ടൽ സംവിധാനം ചെയ്യുന്നത് അജിത് മാമ്പള്ളിയാണ്. ഗരുഡഗമന, വൃഷഭവാഹന, കാന്താര, 777 ചാർലി എന്നീ കന്നഡ സിനിമകളിലൂടെ മലയാളി സിനിമാ പ്രേമികൾക്കിടയിലും പ്രശസ്തനായ രാജ്ബി ഷെട്ടിയും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ഒമർ ലുലു സംവിധാനം ചെയ്യുന്ന റഹ്മാൻ ചിത്രം ബാഡ് ബോയ്സും പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ്. ധ്യാൻ ശ്രീനിവാസനും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നു. സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് നായകനാകുന്ന കുമ്മാട്ടിക്കളിയും ഓണം റിലീസിന് തയ്യാറെടുത്തു കഴിഞ്ഞു. കൂടാതെ ഷെബി ചൌഘട്ട് സംവിധാനം ചെയ്യുന്ന ഗ്യാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ് എന്ന ചിത്രം സെപ്റ്റംബർ 13 തിയേറ്ററുകളിലെത്തും. അന്യഭാഷാ വിഭാഗത്തിൽ പ്രഭുദേവ ചിത്രം പേട്ടറാപ്പ് സെപ്റ്റംബർ 27 തിയേറ്ററുകളിലെത്തും. വേദികയാണ് നായിക. കൂടാതെ മലയാളത്തിലെ ക്ലാസിക് സിനിമകളിൽ പലതും റീമാസ്റ്റർ ചെയ്ത് വീണ്ടും തിയേറ്ററുകളിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. ദേവദൂതൻ, മണിച്ചിത്രത്താഴ് തുടങ്ങിയ സിനിമകൾ ഇരുകൈയും നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത്. ഓണച്ചിത്രങ്ങൾക്ക് പുറമെ മലയാള സിനിമയിൽ റീമാസ്റ്റർ ചെയ്തെത്തുന്നത് 2 അത്യുഗ്രൻ സിനിമകളാണ്. മോഹൻലാലിന്റെ 6ാം തമ്പുരാനും MGRന്റെ ബയോപിക് മൂവിയായ ഇരുവരും. ഇനി പ്രധാന ഇവന്റുകൾ. പാർലമെന്റ് അക്കൗണ്ട്സ് കമ്മിറ്റി തിങ്കളാഴ്ച യോഗം ചേരും. സെബി ചീഫ് മാധവി ബുച്ചിനെ വിളിച്ചു വരുത്തുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം യോഗത്തിലുണ്ടായേക്കും. സെബി മേധാവിയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾക്കിടെയാണ് PACയുടെ യോഗം. കോൺഗ്രസ് MP KC വേണുഗോപാലാണ് സമിതി അധ്യക്ഷൻ. സെബി ഉദ്യോഗസ്ഥരെയും മാധവി ബുച്ചിനെയും വിളിപ്പിക്കാൻ സമിതി തീരുമാനിച്ചിട്ടുണ്ട്.
ഈ മാസം തന്നെ വിളിക്കുമെന്നാണ് കരുതുന്നത്. ജൽജീവൻ മിഷനുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കാണ് PSC യോഗം ചേരുന്നതെങ്കിലും ബുച്ചിന്റെ വിഷയത്തിൽ തീരുമാനമെടുത്തേക്കാൻ സാധ്യതയുണ്ട്. അടുത്ത 5 വർഷത്തേക്ക് റെഗുലേറ്ററി ബോഡികളുടെ പ്രകടനവും അവലോകനവും ഉൾപ്പെടെ 161 വിഷയങ്ങൾക്ക് യോഗം അന്തിമ രൂപം നൽകും. തൃശൂർ നഗരത്തിൽ ഇത്തവണ നാലോണ നാളിൽ പുലികൾ ഇറങ്ങും. സെപ്റ്റംബർ 18 ബുധനാഴ്ചയാണ് സ്വരാജ് റൗണ്ടിൽ തൃശൂരിനെ വിറപ്പിക്കാൻ പുലികൾ ഇറങ്ങുന്നത്. 6 സംഘങ്ങളായി പുലിക്കളി നടത്താനാണ് തൃശൂർ കോർപ്പറേഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതോടെ ബിസ് നെക്സ്റ്റ് അവസാനിക്കുന്നു. അടുത്ത ആഴ്ച കാണാം. ബൈ.